എന്താണ് ഒരു മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായി. അതായത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനി എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മുടെ കറന്റ് സിറ്റുവേഷൻ പറയുമ്പോൾ അവർക്ക് പറഞ്ഞു. അതെ അതെ, അതിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, മെന്റലി നിൽക്കുന്ന തടസ്സങ്ങളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പൊ ലൈഫ് കോച്ചിങ് പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അതൊരു റുട്ടീനാക്കി നമുക്ക് ചെയ്യാം. കാരണം ഒരു 6 month എന്നുള്ള പീരീഡ് ഒക്കെ. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതങ്ങനെ ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് എപ്പോഴും മനസ്സാണല്ലോ നമുക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പൊ നമ്മള് മണിയും മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇപ്പൊ ഒരാൾ വിജയിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വിജയിച്ച ഏതൊരു വ്യക്തിയുടെയും റുട്ടീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണും. അപ്പൊ അത് നമുക്ക് കോമൺ ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ ചെക്കപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് മെന്റൽ ഹെൽത്തിന് പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്താൽ നമുക്ക് അത്രയും നല്ലതാണ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. ഒരിക്കലും അതൊരു പ്രിക്വേഷൻസ് ആണ് കൂടിയാണല്ലോ.